നമസ്കാരം. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പുതിയ മുൻഗണന റേഷൻ കാർഡുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതോടെ ഏറെ നാളായി അപേക്ഷ നൽകി കാത്തിരുന്ന നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. ആരൊക്കെയാണ് ഈ പുതിയ മുൻഗണന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എന്താണ് മുൻഗണന റേഷൻ കാർഡ് ലഭിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ? ഇനി അപേക്ഷകർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. ആദ്യം മുൻഗണന റേഷൻ കാർഡ് എന്താണെന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അർഹരായ ആളുകൾക്കുമാണ് മുൻഗണന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഇത്തരം കാർഡുള്ളവർക്ക് സബ്സിഡി നിരക്കിലോ സൗജന്യമായോ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിനുള്ള അർഹത ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ക്ഷേമ പദ്ധതികളിലും മുൻഗണന റേഷൻ കാർഡ് ഒരു പ്രധാന രേഖയായി ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുതിയതായി 73,024 മുൻഗണന റേഷൻ കാർഡുകൾക്ക് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതോടെ നിരവധി കുടുംബങ്ങൾ ഇനി മുൻഗണന വിഭാഗത്തിലേക്ക് മാറും. ഏറെ നാളായി അപേക്ഷ നൽകി കാത്തിരുന്നവർക്കും അർഹതയുണ്ടായിട്ടും ഇതുവരെ കാർഡ് ലഭിക്കാതിരുന്നവർക്കും ഈ തീരുമാനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ അംഗീകാരം ലഭിച്ചതുകൊണ്ട് എല്ലാ അപേക്ഷകരുടെയും നടപടികൾ ഒരേ ദിവസം പൂർത്തിയാകണമെന്നില്ല. ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസും ബന്ധപ്പെട്ട് റേഷൻ കടകളും പരിശോധനകളും രേഖാപരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കാർഡ് വിതരണം അല്ലെങ്കിൽ വിഭാഗം മാറ്റം നടപ്പിലാക്കുക. അതിനാൽ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയാൻ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിലോ അക്ഷയ കേന്ദ്രത്തിലോ റേഷൻ കടയിലോ പരിശോധിക്കുന്നത് നല്ലതാണ്. പുതിയ മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ നിശ്ചയിക്കുന്ന അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ കുറഞ്ഞ നിരക്കിലോ സൗജന്യമായോ ലഭിക്കുമെന്നതാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പ്രകാരം അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഇതുകൂടാതെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ മുൻഗണന റേഷൻ കാർഡ് അർഹത തെളിയിക്കുന്ന പ്രധാന രേഖയായി ഉപയോഗിക്കാവുന്നതാണ്. ആരാണ് ഈ പുതിയ അംഗീകാരത്തിന്റെ പ്രയോജനം ലഭിക്കാവുന്നവർ എന്നതും പ്രധാനമാണ്. മുൻപ് അപേക്ഷ നൽകിയിട്ടുള്ളവരും അർഹതാ പരിശോധന പൂർത്തിയായവരും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരുമായ കുടുംബങ്ങൾക്കാണ് ഈ അംഗീകാരം ബാധകമാകുക. പുതിയ അപേക്ഷ നൽകിയ എല്ലാവർക്കും ഒരുപോലെ കാർഡ് ലഭിക്കുമെന്ന് കരുതരുത്. സർക്കാർ നടത്തിയ പരിശോധനയിൽ അർഹരാണെന്ന് കണ്ടെത്തിയവർക്കാണ് മുൻഗണന ലഭിക്കുക. നിങ്ങളുടെ പേര് പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട റേഷൻ കടയുമായി ബന്ധപ്പെടാം. താലൂക്ക് സപ്ലൈ ഓഫീസിൽ അന്വേഷിക്കാം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഔദ്യോഗിക സേവനങ്ങളിലൂടെയും അപേക്ഷയുടെ നില പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് മുൻഗണന കാർഡിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പറും വിലാസവും അപേക്ഷയിലെ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പാക്കുക. ആവശ്യമായ രേഖകൾ ആവശ്യപ്പെട്ടാൽ സമയബന്ധിതമായി സമർപ്പിക്കുക. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായ വിവരങ്ങൾ നൽകുക. അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുക. റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഇതിനൊപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും ശരിയായിരിക്കണമെന്നില്ല. റേഷൻ വിതരണം ആരംഭിക്കുന്ന തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നതും ബന്ധപ്പെട്ട സപ്ലൈ ഓഫീസുകൾ സ്ഥിരീകരിക്കുന്നതുമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയോ പരിശോധിക്കാത്ത സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അയക്കുകയോ ചെയ്യരുത്. ഈ തീരുമാനം സംസ്ഥാനത്തെ ആയിരക്കണക്കിന് അർഹരായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനും മുൻഗണന റേഷൻ കാർഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ സമയത്ത് പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ സർക്കാർ ഉത്തരവുകൾ അല്ലെങ്കിൽ റേഷൻ വിതരണം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തുവന്നാൽ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും വിശദീകരണവും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.
വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, റേഷൻ, പെൻഷൻ, ഭൂമി, ബാങ്കിംഗ്, ധനകാര്യ വിഷയങ്ങളിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ പിന്തുടരുക. നന്ദി.